ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് നമുക്ക് ഫ്രഷ് സ്ട്രോബെറി ലെമണേഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം തുടങ്ങാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒരു 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതൊരു ജെൽ ഫോം ആകും. അതാണ് നമുക്ക് വേണ്ടത്. ചിയ സീഡ്സിൽ ഫൈബർ, പ്രോട്ടീൻ, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക് ഇതെല്ലാം ഉള്ള ഒരു സൂപ്പർ ഫുഡാണിത്. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ചിയ സീഡ്സും സബ്ജ സീഡ്സും രണ്ടും രണ്ടാണ്. അതിനെ രണ്ടിനെയും ഒന്നായിട്ട് കരുതരുത്. ഞാനിതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം മാർക്കറ്റിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണിത്. ഇതൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾ ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും അതിനകത്ത് 1 ടീസ്പൂൺ ചിയ സീഡ്സ് ഇട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കാൻ നോക്കണം. അത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. സബ്ജ സീഡ്സ് പോലെ തന്നെ ഇതും വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഒരു ജെൽ ഫോം ആകും. ഓക്കെ, ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പഴുത്ത സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇനി കാണിക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഹോളാക്കി കട്ട് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് മുറിച്ചിട്ട് നമുക്ക് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ സ്ട്രോബെറീസിൻ്റെയും സ്റ്റെം കട്ട് ചെയ്ത് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 സ്ട്രോബെറീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ബ്രൗൺ കളറിലുള്ള പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ സ്ട്രോബെറീസ് ഞാൻ ശരിക്കും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ഇട്ട് ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇത് ഞാൻ 2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് അലിയിപ്പിച്ചെടുത്ത വെള്ളമാണ്. ബ്രൗൺ കളറിലുള്ള പഞ്ചസാര യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പം പഞ്ചസാരയും കറക്റ്റാണ്, അതുപോലെ തന്നെ പുളിയും കറക്റ്റാണ്. ഇപ്പം ഞാൻ ഈ സ്ട്രോബെറി പ്യൂരി ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെമണേഡും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബാക്കി വെച്ചിരുന്ന 3 സ്ട്രോബെറീസ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ പ്യൂരി ലെമണേഡിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യമേ ഞാൻ ഒരു കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് നോക്കട്ടെ. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറി ലെമണേഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യമേ സ്ട്രോബെറി ലെമണേഡ് ഒഴിക്കുക. അത് കഴിഞ്ഞ് ഈ സ്ട്രോബെറിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇവിടെ സ്ട്രോബെറി പീസസും ചിയ സീഡ്സ് ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.